ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലേണിനോയെ സംബന്ധിച്ചിടത്തോളം ലേണിനോയുടെ ഒരു പ്രീമിയം കോഴ്സ് ആയിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ച് നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് റിവിഷൻ ചെയ്ത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ എക്സാമിന് റെഡിയാക്കിയ ഒരു പരീക്ഷയും കൂടിയായിരുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ ഇതിന്റെ ഒരു ആഫ്റ്റർ എക്സാം നമ്മൾ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏകദേശം എത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ എബവ് 60 ആണ് നല്ലൊരു ശതമാനം കുട്ടികളും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർ പറഞ്ഞിട്ടുള്ളത്. അതായത് അറൌണ്ട് 60 to 70 എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും ഇതുപോലെ തന്നെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും അറൌണ്ട് 50 എബവ് എന്തായാലും വന്നിട്ടുണ്ട്. ദെൻ 60 to 70 എന്നുള്ള രീതിയിൽ 70 എബവ് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാം അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫ് എന്ന് പറയാവുന്ന ഒരു ലെവലിലുള്ള എക്സാം അല്ല, മോഡറേറ്റ് എന്നുള്ളതും അല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഈസി തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. നമുക്ക് ഫ്രം ദ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ വരുന്ന കൺഫ്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ റീസെന്റ് ആയി നടന്ന പരീക്ഷകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. അപ്പൊ പൊതുവെ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈസി ആവുമ്പോൾ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും, അല്ലെ? എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉയർന്ന ഒരു കട്ട് ഓഫ് തന്നെ ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഇനി ഇതിന്റെ പ്രൊവിഷണൽ കീയും അതുപോലെ തന്നെ ഫൈനൽ കീയും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ആൻസർ എഴുതിയതിൽ ഏതെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ കുറെ ഈസി ആവുന്ന സമയത്ത് നമ്മൾ കുറെ ആൻസേഴ്സ് ചെയ്യും, ഇതിൽ നെഗറ്റീവ് മാർക്സ് വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ടഡ് മാർക്ക് ചോദിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ 60 to 70 ആൻഡ് അബവ് 70 ഒക്കെ ഒരുപാട് പേര് പറഞ്ഞത്. എനിവേ ഫൈനൽ കീ വരുമ്പോൾ നമുക്ക് എക്സാക്ട് ഒരു പിക്ചർ കിട്ടും. നമ്മൾ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനും കൃത്യമായി അനലൈസ് ചെയ്ത് അതിന്റെ ആൻസർ എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. ജസ്റ്റ് ഈ എക്സാം കഴിഞ്ഞ് അതിന്റെ ആൻസർ അറിയാൻ വേണ്ടി മാത്രമല്ല, അടുത്തൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും കൂടി വേണ്ടിയുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എനിവേ ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതിയവരും ഇനിയിപ്പോ എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത ഇനി എക്സാം വരാനുള്ളത് നമുക്ക് ഡിസംബറിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ അപ്പൊ കുറെ പേര് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ജനുവരിയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളവർ കൃത്യമായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ലെങ്കിലും അതിൽ നിരാശപ്പെട്ടിരിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആണെങ്കിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഒക്കെ കോഴ്സ് അവൈലബിൾ ആണ്. മെഡിക്കൽ ഇലക്ട്രോണിക്സിൽ ഇനി നമ്മൾ സിലബസ് നോക്കുമ്പോൾ അതിൽ ബയോമെഡിക്കൽ മാത്രമാണ് ഒരു മോഡ്യൂൾ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു മോഡ്യൂൾ മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ലേണിനോ ആപ്പിലുണ്ട്. എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത എക്സാംസിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.